എന്താ സാർ? ആരുടെ ഗിരീഷ് ആറ്റിങ്ങൾ? ഇതോ ഇരിക്കുന്നു, അതാണ് സാർ. ഇതെനിക്ക് പറ്റിയ പണിയല്ല. അവനാണോ? അതെ സാർ. ഇത് പൊളി സാർ. ഓ, ഞാൻ SI ജയദേവൻ, പുരുഷോത്തമൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ്. അത് താനാണോ? ആ, കോസ്റ്റ്യൂം പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടുണ്ട് സാർ. കൊടുക്ക്. സാർ ആ കോസ്റ്റ്യൂം വണ്ടിയുടെ സൈഡിൽ ചെന്നാൽ മതി. കോസ്റ്റ്യൂം അവിടെ റെഡിയാണ്. എവിടെ? അവിടെ? ആ വണ്ടിയുടെ അവിടെ. നിറമായി നിൽക്കുന്ന വിധവ. സാർ, ഒരു സംശയം ചോദിച്ചോളൂ. ഞാൻ എൻ്റെ ക്യാരക്ടറിന് വെക്കാൻ പറ്റിയ ഒരു വിഗ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും നമുക്ക്... സാർ അതൊന്നും വേണ്ട, സാർ അങ്ങോട്ട് ചെന്നാൽ മതി. കോസ്റ്റ്യൂം അവിടെ കണ്ടാൽ മതി. സുരേഷ്, ഇവനെയൊക്കെ കഴപ്പൊന്നല്ലാതെ എന്ത് പറയേ. ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി. കുഴപ്പമില്ല, ഇന്ന് കുഴപ്പമില്ല. എടുക്കാം. ആ സാർ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ... എടോ നായകൻ, രണ്ടുപേരും ഒരുമിച്ച് വിളിക്കണം. നമസ്തേ സാർ. ഈ മൊബൈലൊക്കെ മാറ്റി പിടിച്ചേ. അതായത് ഈ ചായക്കടക്കാരനാണ് ചായ ചോദിക്കുന്നതിൻ്റെ ഒരു... പുള്ളി അവിടെ നിന്ന് വരാണോ അത് ഇവിടെ നിന്നാണോ? പുള്ളിയെ ഞാൻ വിളിച്ചല്ലോ, വന്നു. അപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞ് ചായ ചോദിക്കും. ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു മിഡിലേക്ക് പോവാം. ക്യാമറ റെഡി അല്ലേ? റെഡി. സാർ, അത് ഞാനേ ഒരു ചായ കൊടുക്കുമല്ലോ, അപ്പോൾ ഏത് എക്സ്പ്രഷൻ ഇടണം? തനിക്ക് ഏതൊക്കെ എക്സ്പ്രഷൻസ് അറിയാം? നവരസങ്ങളിൽ 7 കാണാറിയാം? ഇല്ല. ആക്ഷൻ. ഒരു ചായ. നല്ല ഫീലെല്ലാം കുടിച്ചു. കടി. ഇതിനു മുമ്പ് ചായ കുടിച്ചിട്ടുണ്ടല്ലേ? നന്നായി. അപ്പൊ അടുത്ത സീൻ എന്ന് പറഞ്ഞാലേ ചുമ്മാ നുള്ളാതെ എടുക്കട്ടെ. അല്ല സാർ, എനിക്കിനി എത്ര സീനുണ്ടെന്ന് അറിയാനേ, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ടേ. സാറിന്റെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സീനാണ് അപ്പം കഴിഞ്ഞത്. പറഞ്ഞാലും തിരിയില്ല. ഇയാളെയൊക്കെ റെഡിയാവും. ഈ പാഴുകളെല്ലാം വന്നടിയുന്നത് എൻ്റെ നെഞ്ചത്താണ്. സാർ, വണ്ടി എടുക്കും. സാറിന്റെ അഭിനയം കണ്ടു, എന്തൊരു വികാരമാ. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. അവിടെ സ്റ്റേഷനിൽ പാറാൻ വെക്കുന്ന ആരാ? അനീഷ സാറേ. അവനത്ര ശ്രദ്ധ പോരാ അല്ലേ? ശരിയാ സാറേ, ഇത്തിരി ശ്രദ്ധ കുറവുണ്ട്. എന്നാ പിന്നെ ഇന്ന് മുതൽ നീ നിന്നാ മതി. അതാകുമ്പോ നല്ല ശ്രദ്ധ ഉണ്ടാവുമല്ലോ. സാറേ, നീ നേരെ നോക്കി വണ്ടി ഓടിക്കടാ. കാലം ചേട്ടാ, എന്താടാ ഈ നെമ്മീന് 3000 രൂപ ആവും. ടോപ്പാണ്. ദൈവത്തിനറിയാം ഇതിന് 300 ആണോ 3000 ആണെന്ന്. പറയുന്നത് അച്ചായനല്ലേ? ഈ മഹേഷിന്റെ കല്യാണം എന്നല്ലയോ പറഞ്ഞ അരുണേ? അതെ ചായ, വരുന്ന 10-ന്. മുൻകാല പരിചയം വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്കതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. ഈ കോച്ചിന് എന്നാ വയസ്സാണ്? ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ. മഹേഷ് ഈ ഓഷയെ പറ്റി വായിച്ചിട്ടുണ്ടോ? കാലം ചേട്ടാ, എന്താടാ ഈ ഓഷ്കോയും കല്യാണം തമ്മിൽ എന്താ ബന്ധം? ഷക്കീലും കല്യാണം തമ്മിൽ എന്താ ബന്ധം? അത് തന്നെയാണ് ഓസ്കോയും കല്യാണം തമ്മിൽ. ലൈംഗികത അതറിഞ്ഞവന് വെറും മധുരം, അതറിയാൻ മേലാത്തവന് അതിമധുരം. പിടികിട്ടിയോ? എനിക്ക് പിടികിട്ടി. നിനക്കിന്ന് കിട്ടും. മഹേഷിന് മനസ്സിലായോ? അത്രേ ഉള്ളൂ. സെക്സ് ഒരു ബന്ധമായി മാറുമ്പോൾ ബന്ധനമായി തീരുന്നു. അതൊരവസ്ഥയായി മാറുമ്പോൾ സ്വാതന്ത്ര്യമായി തീരുന്നു. ഭോഗം ധ്യാനം പോലെ ഒരു മനോഹരമായ അവസ്ഥയാണ്. ഇല്ലടെ മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ആടെന്തെല്ലാണെന്ന് വിഷയം പറയാറാ? അതെയാ, കല്യാണം ഉണ്ടാ? ശോഭനെ, ചോറ്. കല്യാണം കഴിക്കാനെല്ലാം ആയല്ലേ? ഓളെ പഠിപ്പെല്ലാം കഴിഞ്ഞിനേനുവാ.
അയിനടക്ക് ഇളയമേന്റെ പിള്ളേർ പോയെടുത്ത് കൊറേ ഫോട്ടോ വീഡിയോ എല്ലാം അയച്ചൊന്നിനപ്പാ അങ്ങനെ കാണലെന്നെ. അല്ലാണ്ട് ഇന്നപ്പാ ചെയ്യല്. എത്രയായപ്പോ നാട്ടിൽ വന്നിട്ട് ഒരു കല്യാണം ഇനിയിപ്പോ പാവയ്ക്ക കൊണ്ടാട്ടും തക്കാളി പുളിശ്ശേരിയും വരും. ആ മോള് പിന്നെ സ്കൂളിലും പോന്നല്ലേ അപ്പാ. ആ ഞാൻ വരുന്നുണ്ടപ്പാ, അടുത്ത ആഴ്ച വരുന്നുണ്ട്. ആ എന്നാ പിന്നെ വന്നിട്ടാണ് കേട്ടാ. ആ ശരി. അഭിനയം കലക്കീനി. ഒന്നിക്കൽ ചായപ്പൊടിക്കാരെ, അല്ലെങ്കിൽ പിച്ചക്കാരെ, അതും അല്ലെങ്കിൽ ഈ യൂണിഫോം ഉള്ളതുകൊണ്ട് പോലീസുകാരെ. ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് വേഷം കിട്ടാനാന്ന്? എനിക്ക് കിട്ടിയാൽ തന്നെ ഈ മുഖത്തൊന്നൊക്കെ വരുവാ. നിങ്ങളെല്ലാം അഭിനയിക്കാൻ വിളിക്കുന്നോ ഞാൻ ആദ്യം തച്ചു കൂട്ടണ്ടേ. കിട്ടിയ പണി മര്യാദക്ക് ചെയ്യാൻ നോക്ക് മനുഷ്യ. അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചോണ്ട് ഇപ്പണിയെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അതും ഗോവിന്ദ. മംഗലം കഴിക്കുന്ന സമയത്ത് ആ ബ്രോക്കർ തണ്ടി പറഞ്ഞ ഡയലോഗ്, കൊച്ചിയിലൊരു എസ് എന്ന് പറഞ്ഞ ആരാ? ഭാരി ഭാരി കൂട്ടാന്ന്. ഭാരി കൂട്ടി സ്വന്തം ഉണ്ട പോലെ സൂക്ഷിക്കാൻ കഴിയാത്തവന്മാരാണ് ഇപ്പൊ പോലീസിൽ. അമ്മ എനിക്കും ചോറ്. ആ തരാം. അച്ഛാ, അപ്പൂപ്പൻ ചെത്തോണ്ടാണോ അച്ഛൻ ജോലി കിട്ടിയേ? അപ്പൊ അച്ഛൻ ചെത്തോ എനിക്കും ജോലി കിട്ടോ? ആ കിട്ടോടി. ഇതേ പോക്കാന്നെങ്കിലും നീ വേഗം തന്നെ SI ആവുകയും ചെയ്യൂ, ഞാൻ ജയിലിലും പോകും. ആണോ അച്ഛാ? സ്റ്റോപ്പ്. ഹലോ. ആ മിസ്റ്റർ കുര്യാക്കോസ് അല്ലേ? അതെ. ഞാൻ കുണ്ടന്നൂർ സ്റ്റേഷനിലെ SI ആണ്. ആ, എന്നാ എന്നാ കാര്യം? നിങ്ങളൊരു ഗൺ ലൈസൻസിന് അപേക്ഷിച്ചിരുന്നോ? ആ ആ അപേക്ഷിച്ചിരുന്നു. ഒന്ന് നേരിൽ കാണാമായിരുന്നല്ലോ. കാരണം കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു പേഴ്സണലൊക്കെ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്രീ അല്ല. എൻ്റെ അഡ്വർടൈസിങ് കമ്പനിക്ക് വേണ്ടി കുറച്ച് മോഡൽസിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഐ മീൻ ഓഡിഷൻ. ജോഡി മാട്രിമോണിയലിൻ്റെ ആഡ് ചെയ്യുന്നത് എൻ്റെ ഏജൻസിയാണ്. അതിൻ്റെ ഓഡിഷനാണ്. ഓക്കെ സാർ. നമുക്ക് വൈകിട്ട് ചെറാട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, വൈകിട്ട് കാണാം. ഷെറാട്ടണിൽ വെച്ച് കാണാം. സ്റ്റാർട്ട്. ഇതന്നെ പാടത്ത് കൊക്ക് കിടക്കുന്നല്ലോണ്ടല്ലോ കർത്താവേ. മരുന്നിന് പോലും കൊള്ളാവുന്ന ഒരുത്തി പോലും ഇല്ലല്ലോ. വെറുതെ എൻ്റെ കാശ് കളഞ്ഞല്ലോടോ. ഡയറക്ടറെ, ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്ന മുത്ത്. അയ്യേ, ഇതാ ആ സർ നമ്മുടെ കോൺസെപ്റ്റ്. തേങ്ങ കൊല, ചക്കപ്പോത്ത് പോലത്തെ പെണ്ണിനെ പളുങ്ക് പോലത്തെ പയ്യൻ. അതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ്.